നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ശബരിമല വിഷയം. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. കൊല്ലം ആശ്രാമ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ചിന്നക്കടയിലേക്ക് വരുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാട്ടിയത്. ഐഷ പോറ്റി പാർട്ടി വിട്ട തീരുമാനം വേദനയുണ്ടാക്കുന്നതായി CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. എതിർപാളയത്തിലേക്ക് പോകുന്നത് വാർത്തയാക്കാൻ കഴിയുന്ന രീതിയിൽ അവസരം നൽകിയത് CPM. പരാതികൾ പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കാമായിരുന്നുവെന്നും MA ബേബി. കൊല്ലം അഞ്ചലിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ഏരൂർ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. 1 കിലോ 350 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം നോർത്ത് മേഖലാ സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 28 മുതൽ 30 വരെ മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4-5 തീയതികളിൽ കൊല്ലത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല വിഷയം. യുവമോർച്ച പ്രവർത്തകർ കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചു. ആശ്രമ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ചിന്നക്കടയിലേക്ക് വരുമ്പോഴായിരുന്നു കരിങ്കൊടി കാട്ടിയത്. ശബരിമല വിഷയത്തിലായിരുന്നു യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാട്ടിയത്. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കൊല്ലത്ത് CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. ആശ്രാമ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ കയറി പോളയത്തോട്ടിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോവുകയായിരുന്നു. മൈതാനത്തു നിന്നും റോഡിലേക്ക് പ്രവേശിച്ചപ്പോഴായിരുന്നു റോഡിന് സമീപത്തെ തട്ടുകടയിൽ നിന്ന് 4-ലധികം യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് മുദ്രാവാക്യം വിളികളോടെ ചാടി വീണത്. സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന് യാതൊരു വിവരവും കിട്ടിയിരുന്നില്ല. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണവും പോലീസിനെയും വിന്യസിച്ചിരുന്നു. കരിങ്കൊടി കാണിച്ചപ്പോൾ ഒരു വനിതാ കോൺസ്റ്റബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉദ്യോഗസ്ഥയ്ക്ക് ഇത് തടയാൻ സാധിച്ചതുമില്ല. അതീവ രഹസ്യമായാണ് യുവമോർച്ച പ്രവർത്തകർ പരിപാടി ആസൂത്രണം ചെയ്തത്. യുവമോർച്ച പ്രവർത്തകരായ സൂരജ്, സുബിൻ, നിഷാദ്, ഹരികൃഷ്ണൻ എന്നിവരാണ് കരിങ്കൊടി കാണിച്ചത്. ഇവരെ കൂടുതൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശൂരനാട് വടക്ക് 15-ാം വാർഡ് കോൺഗ്രസ് ഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ 20 മഹീനെ കി പരിയോജന കർമ്മ പദ്ധതി സമാപിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായ KV അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കി വന്നത്. കോൺഗ്രസ് ജനസഭയുടെ വ്യക്തിഗത ആനുകൂല്യ വിതരണ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. ശൂരനാട് വടക്ക് 15-ാം വാർഡ് കോൺഗ്രസ് ഭവന്റെ നേതൃത്വത്തിലാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായ KV അഭിലാഷിന്റെ വികസന സ്വപ്ന പദ്ധതികളായ 20 മഹീനെ കി പരിയോജന നടത്തിവന്നത്. കർമ്മ പദ്ധതികളുടെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും കോൺഗ്രസ് ജനസഭയുടെ വ്യക്തിഗത ആനുകൂല്യ വിതരണോദ്ഘാടനവും ശൂരനാട് വടക്ക് നടത്തി. ഉദ്ഘാടനവും ജനപ്രതിനിധികളെ ആദരിക്കലും മുന്നമ്പി രമ്യ ഹരിദാസ് നിർവഹിച്ചു. ഈ വാർഡിൽ, ഈ പഞ്ചായത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുവാൻ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളുടെ കണ്ണീരൊപ്പുവാൻ, നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ വാക്കും അത് പാലിച്ചുകൊണ്ട് അടുത്ത 20 മാസക്കാലത്തേക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഇത് ഒരു മനോഹരമായിരിക്കുന്ന, ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയിട്ടുള്ള ഒരു മനോഹരമായ പദ്ധതിയാണ്. കോൺഗ്രസ് ജനസഭയുടെ വ്യക്തിഗത ആനുകൂല്യ വിതരണോദ്ഘാടനവും പ്രതിഭാസംഗമവും രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വിഷൻ ആൻഡ് മിഷൻ 2026 പ്രകാശന കർമ്മം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കുമാരി രമ്യ ഹരിദാസിനെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ ഒരു സ്വാധീനം, വ്യക്തിപരമായ എൻ്റെ ഒരു സ്വാധീനം കൂടി ഉപയോഗിച്ചാണ്. പ്രദീപിനോടൊക്കെയുള്ള എൻ്റെ വ്യക്തിപരമായ അടുപ്പമുണ്ട്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് ജേതാവ് അക്ഷയ് ചന്ദ്രനെ ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ബിജു ആദരിച്ചു. പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ശിവധന്യയെ ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു അനിൽകുമാർ ആദരിച്ചു. ജനങ്ങൾക്ക് 15-ാം വാർഡിലെ ജനങ്ങൾക്കും 16-ാം വാർഡിലെ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള
പദ്ധതികളാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. തൂവൽ സ്പർശം പോഷകാഹാര കിറ്റ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. സ്പോട്ട് ലക്കി ഡ്രോ സൗജന്യ കൂപ്പൺ നറുക്കെടുപ്പ് RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ നിർവഹിച്ചു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം അത് കരുത്തുറ്റതായി വീണ്ടും അധികാര തുടർച്ചയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥ്യം വീണ്ടും നമ്മളുടെ കരങ്ങളിലേക്ക് ജനങ്ങൾ ഏൽപ്പിച്ചത് ഇത്തരത്തിലുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏറ്റവും ജനക്ഷേമകരമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ്. 15ാം വാർഡ് പ്രസിഡന്റ് B സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഹരീസ് സബരിയ സ്വാഗതം പറഞ്ഞു. KPCC സാംസ്കാരിക സാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി P വേണുഗോപാൽ കുറുപ്പ്, R നളിനാക്ഷൻ, പ്രസന്നൻ വില്ലാടൻ, ലത്തീഫ് പെരുങ്കുളം, അരുൺ ഗോവിന്ദ്, R സിമ, ഉണ്ണികൃഷ്ണപിള്ള ചിത്തിര, സുനിൽ വള്ളോന്നി, ലിബു മാത്യു, അപർണ വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. ഐഷ പോറ്റി പാർട്ടി വിട്ട തീരുമാനം വേദനയുണ്ടാക്കിയതായി CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. എതിർപാളയത്തിലേക്ക് പോകുന്നത് വാർത്തയാക്കാൻ കഴിയുന്ന രീതിയിൽ അവസരം നൽകിയത് CPM ആണ്. പരാതികൾ പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കാമായിരുന്നുവെന്നും കൊല്ലത്ത് ബേബി പറഞ്ഞു. ഐഷ പോറ്റിക്ക് പാർട്ടി നൽകിയ അവസരങ്ങൾ എടുത്തു പറയുകയായിരുന്നു MA ബേബി. 3 തവണ MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാക്കി. അവഗണിച്ചു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. CPIM സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പം അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് അവസരം കിട്ടിയതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അതിനുശേഷം 3 തവണ MLA ആകാനുള്ള അവസരം അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് പാർട്ടി കൊടുത്തു. അപ്പോ പാർട്ടിയുടെ ഭാഗമായി LDFന്റെ ഭാഗമായി ഐഷ പോറ്റി പ്രവർത്തിക്കുകയും പാർട്ടിക്ക് LDFനും ഐഷ പോറ്റി ചില സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണാതിരിക്കുന്നില്ല. അതിന് തുല്യമോ അതിൽ കൂടുതലോ പാർട്ടിയും LDFും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത 100 കണക്കിന് സഹാക്കൾ ഈ ജില്ലയിലുണ്ട്. അവരിൽ എത്ര പേർക്കൊരു MLA ആകുമ്പോൾ പോട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും? ഇതെല്ലാം പാർട്ടി പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക, MLA ആകുക എന്നെല്ലാം ഉള്ളത്. ഇത് 3 തവണ MLA ആകാനുള്ള അവസരം കൊടുത്തു. അപ്പൊ അവഗണിച്ചു എന്ന് അഡ്വക്കേറ്റ് ഐഷ പോറ്റി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. മതിപ്പുണ്ടാക്കുന്ന തീരുമാനം അല്ല ഇതെന്നും MA ബേബി കൊല്ലത്ത് പറഞ്ഞു. കൊട്ടാരക്കരയിലോ കൊല്ലം ജില്ലയിലോ ഐഷ പോറ്റിയുടെ പോക്ക് ഒരു തരത്തിലും പാർട്ടിയെ ബാധിക്കില്ല. കൊട്ടാരക്കരയിലുണ്ടായ ഈ മാറ്റം തെരഞ്ഞെടുപ്പിനെ പൊതുവായി ബാധിക്കില്ല. രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മതിപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനമല്ല അഡ്വക്കേറ്റ് ഐഷ പോറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ആ പാർട്ടിയിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിച്ചതിന് ശേഷം തനിക്ക് പറയാനുള്ളത് ആ പാർട്ടിയുടെ വേദികളിൽ അവതരിപ്പിച്ചതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ എതിർപാളയത്തിലേക്ക് ഇങ്ങനെ പോവുക. ആ എതിർപാളയത്തെ കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഒട്ടും ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഐഷ പോറ്റി RSSനെ അനുകൂലിച്ച് പ്രതികരണങ്ങൾ നടത്തിയെന്നറിയുന്നു. അതൊക്കെ വല്ലാത്ത വിഷമമുണ്ടാക്കുന്നതാണെന്നും MA ബേബി കൊല്ലത്ത് പറഞ്ഞു. കോൺഗ്രസിലേക്ക് പോകുന്ന പലരും കോൺഗ്രസിലൂടെ BJPയിലേക്ക് പോകാനാണ്. കോൺഗ്രസിനും BJPക്കും ഇടയിൽ പാലമുണ്ടാക്കുന്ന സമീപനവുമുണ്ട്. എന്റെ സഹോദരി അഡ്വക്കേറ്റ് ഐഷ പോറ്റിയെ കുറിച്ച് അത് പറയുന്നതിനകത്ത് എനിക്ക് ദുഃഖമുണ്ട്. RSSന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടും ഒരു സന്ദർഭത്തിൽ അഡ്വക്കേറ്റ് ഐഷ പോറ്റി പറഞ്ഞതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളും വോട്ടർമാരും ശ്രദ്ധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കശുവണ്ടി മേഖലയുടെ വിപണി സാധ്യത ഉയർത്തുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ K-സ്റ്റോറുകൾ വഴി ലഭ്യമാക്കുന്ന പദ്ധതിയിലൂടെയാണ് ലക്ഷ്യം കാണുക. പുതുപദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം പുത്തൻനട K-സ്റ്റോറിൽ മന്ത്രി GR അനിൽ നിർവഹിച്ചു. ഗ്രാമപ്രദേശങ്ങളിലേക്ക് K-സ്റ്റോറുകൾ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സൗകര്യങ്ങൾ ലഭ്യമായ എല്ലാ റേഷൻ കടകളും K-സ്റ്റോറുകളാക്കും. ബാങ്കിംഗ് സേവനങ്ങൾ റേഷൻ കടകളിലൂടെ ലഭ്യമാക്കാൻ 19 ബാങ്കുകളുമായി ധാരണയിലായി. സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഉത്സവകാലത്ത് പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ 300 കോടി രൂപയുടെ വിൽപ്പന നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ പൊതുവിതരണ കേന്ദ്രങ്ങൾ, റേഷൻ കടകൾ, അതിന്റെ മുഖം മാറുന്ന പ്രവൃത്തിയിലേക്കാണ് ഈ ഗവൺമെന്റ് തീരുമാനിച്ചത്. 14,300 കടകളുണ്ടെങ്കിലും ഈ ഗവൺമെന്റ് ചുമതല എടുക്കുമ്പോൾ റേഷൻ കടകളിലെ ഇന്നലെ വരെ ലഭിച്ചിരുന്ന ഉൽപ്പന്നങ്ങളിൽ വെള്ള നീല കാർഡുകാർക്ക് ഗോതമ്പും മണ്ണെണ്ണയും നിഷേധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്.
അപ്പം പൊതുവിൽ റേഷൻ കടയുടെ വിൽപ്പന കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ചർച്ചയിലാണ് റേഷൻ കടകളെ വൈവിധ്യവൽക്കരിക്കണമെന്നുള്ള തീരുമാനം ഭക്ഷ്യവകുപ്പ് കൈക്കൊണ്ടത്. എം നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി 14,000-ഓളം റേഷൻ കടകളാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതെല്ലാം സ്റ്റോറുകളായി മാറി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളെല്ലാം ന്യായമായ വിലയ്ക്ക് സാധാരണക്കാരന് അവന്റെ വീട്ടുമുറ്റത്ത് ലഭ്യമാകുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായി. അതുപോലെ റേഷൻ സംവിധാനത്തിൽ മാറ്റം വന്നു. മേയർ AK ഹഫീസ് ആദ്യ വിൽപ്പന നടത്തി. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ ഓരോ സ്റ്റോറുകൾക്ക് രൂപം കൊടുത്ത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള റേഷൻ കടകൾ വഴി പുതിയ പേരുകൾ നൽകി സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിരുന്നു. NK പ്രേമചന്ദ്രൻ MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, റേഷനിംഗ് കൺട്രോളർ CV മോഹൻകുമാർ, തെക്കേവിള ഡിവിഷൻ കൗൺസിലർ ദീപിക പ്രമോജ്, താലൂക്ക് സപ്ലൈ ഓഫീസർ Y സാറാമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം അഞ്ചലിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ഏരൂർ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. 1 കിലോ 350 ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. കൊല്ലം അഞ്ചലിലാണ് കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയത്. അഞ്ചൽ ഏരൂർ ഓലിയരുക വിഷ്ണുവിലാസത്തിൽ വിഷ്ണുവാണ് പിടിയിലായത്. നിലവിൽ പുനലൂർ പൈനാപ്പിൾ ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാൾ. വിഷ്ണു കഞ്ചാവ് വിതരണം ചെയ്യുന്നതായി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ബൈക്കിലെത്തിയ വിഷ്ണുവിനെ അഞ്ചൽ കരുകോൺ ഇരുവേലിക്കൽ ഭാഗത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത്. 1 കിലോ 350 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ബൈക്കും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അഞ്ചൽ CI G ഹരീഷ്, SI മാരായ മോനിഷ്, രാജശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന പ്രതി 1 വർഷത്തിന് ശേഷം പിടിയിൽ. ആലുംകടവ് മരുത്തൂർ കുളങ്ങര സ്വദേശി വിപിനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. 2025 ജനുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിപിൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കഞ്ചാവ് കച്ചവടം നടത്തുന്ന വിവരം എക്സൈസിൽ അറിയിച്ചെന്ന് തെറ്റിദ്ധരിച്ച് ആലുംകടവ് സ്വദേശി മനുവിനെ ആക്രമിക്കുകയായിരുന്നു. വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയാണ് 1 വർഷത്തിന് ശേഷം പിടിയിലായത്. ആലുംകടവ് മരുതൂർ കുളങ്ങര സൗത്ത് തൈശ്ശേരിൽ വിപിനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. 2025 ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. വിപിൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കഞ്ചാവ് കച്ചവടം നടത്തുന്ന വിവരം എക്സൈസിൽ അറിയിച്ചെന്ന് തെറ്റിദ്ധരിച്ച് ആലങ്കടവ് സ്വദേശിയായ മനുവിനെ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ മനുവിന് പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തിൽ കേസെടുത്ത പോലീസ് കൂട്ടുപ്രതികളായ 4 പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ 1-ാം പ്രതിയായ വിപിൻ സംഭവത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. 5ഓളം കേസിലെ പ്രതിയാണ് പിടിയിലായ വിപിൻ. പ്രതിയെ കരിയിലക്കുളങ്ങര ഭാഗത്തു നിന്നാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത്. കരുനാഗപ്പള്ളി SHO അനൂപിന്റെ നേതൃത്വത്തിൽ SI മാരായ ഷമീർ, ആഷിഖ്, ജയേഷ്, സുരേഷ്, SCPO ഹാഷിം, മനോജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 28 മുതൽ 30 വരെ മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4, 5 തീയതികളിൽ കൊല്ലത്ത് നടക്കും. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4, 5 തീയതികളിൽ കൊല്ലത്ത് നടക്കും. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് നോർത്ത് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രാക്കുളം ബിനോജ് നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ടെക്നോളജിയിൽ വന്ന മാറ്റമാണ് കേബിൾ മേഖലയിൽ വലിയ കുത്തക കമ്പനികൾ പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നതനുസരിച്ച് ജനങ്ങളുടെ അഭിരുചികൾ മാറി തുടങ്ങിയത് കാണാൻ കഴിയുന്നത്. 2018 നമ്മുടെ ഡിജിറ്റൽ കണക്ടിവിറ്റി 135 മില്യൺ ആയിരുന്നു. എന്നാൽ 2025 ആയപ്പോൾ അത് വെറും 61 മില്യണിലേക്ക് ഡിജിറ്റൽ കണക്ടിവിറ്റി എത്തി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് COA സംബന്ധിച്ചിടത്തോളം സുഖകരമായ കാര്യമല്ല, അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണമെന്നും ജ്യോതികുമാർ പറഞ്ഞു. ഇൻഡസ്ട്രിയിലും ടെക്നോളജിയിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പരിഹാര പ്രവർത്തനങ്ങൾ നാം കണ്ടെത്തണമെന്നും ഇതുവരെ 34% കേബിൾ രംഗത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം ടെക്നോളജിയുടെ മാറ്റമൊക്കെ വലിയ രീതിയിൽ ഈ രംഗത്തേക്ക് വലിയ കോർപ്പറേറ്റ് കമ്പനികളെയും അതുപോലെ തന്നെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും വരുന്നതിനനുസരിച്ച് ജനങ്ങളുടെ അഭിരുചികളെല്ലാം മാറി വ്യത്യസ്തമായ സംവിധാനങ്ങളിലേക്ക് മാറി പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
ഏറ്റവും ഇന്ത്യയുടെ മഹാരാജ്യത്ത് ഏകദേശം 845ഓളം MSOകൾ ഉണ്ട് എങ്കിലും ആ 845ഓളം MSOകളിൽ 97% കമ്പനികളും ഇന്ന് അതിൻ്റെ ഗ്രോത്ത് ഇല്ലാതെ അത് താഴോട്ട് ഈ രംഗത്തേക്ക് പോരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊല്ലം നോർത്ത് മേഖലാ പ്രസിഡന്റ് എസ് രാജീവ് പതാക ഉയർത്തിയതോടെയാണ് മേഖലാ സമ്മേളനത്തിന് തുടക്കമായത്. മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അതുപോലെ കുണ്ടയിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊല്ലം നോർത്ത് മേഖലയുടെ മേഖലാ സമ്മേളനമാണ് ഇന്ന്. ഈ മേഖലാ സമ്മേളനത്തിൽ ആദ്യ അവസാനം വരെ എല്ലാ അംഗങ്ങളും കൃത്യതയോടെ നമ്മുടെ ഈ സമ്മേളനം. കൊല്ലം നോർത്ത് മേഖലാ പ്രസിഡന്റ് എസ് രാജീവ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ 1000 കോടി രൂപയുടെ ബിസിനസ്സിന് പങ്കാളിയാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് സുഗമമായി നടത്തുവാൻ വേണ്ടി സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം നമ്മളെ സംബന്ധിച്ച് വലുതാണെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. സുഗമമായ ബ്രോഡ്ബാൻഡ് രംഗത്ത് സുഗമമായ നടത്തുന്നതിന് വേണ്ടി 5000 കണക്ടിവിറ്റിക്ക് ഒരു സർവീസ് സെന്റർ ആരംഭിച്ചിട്ട് നാളുകളേറെയായി. തീർച്ചയായിട്ടും അതിൻ്റെ നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ നടത്തുവാൻ ആ സർവീസ് സെന്റർ നമുക്ക് സഹായകമായിട്ട് പോവുകയാണ്. ജോയിന്റ് സെക്രട്ടറി രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു. മേഖലാ വൈസ് പ്രസിഡന്റ് എൻ നൌഫൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി രാജീവ് കുഴിയം മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഖജാൻജി ഗോപാലൻ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ ഓഡിറ്റർ അച്ചു എസ് നായർ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA കൊല്ലം ജില്ലാ സെക്രട്ടറി ഇ നൌഷാദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച നടന്നു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ നിരീക്ഷകനുമായ മുരളീകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കലയം, അനിൽ മണിമന്ദിരം, ജില്ലാ ഖജാൻജി മുരളീധരൻ പിള്ള, കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും മേഖലാ നിരീക്ഷകനുമായ വിനോദ് കുമാർ, സൗത്ത് വോയിസ് ചെയർമാൻ ബിനു പി, ആരാധന MD ഷൺമുഖദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പിക്കപ്പ് വാൻ നിയന്ത്രണം തെറ്റിമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. ചവറ ശങ്കരമംഗലത്തായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെ ചവറ ശങ്കരമംഗലത്തായിരുന്നു അപകടം. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് കോൺക്രീറ്റ് ബാരിയറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സമീപത്തെ കുഴിയിലേക്ക് വാൻ മറിയുകയും ചെയ്തു. കൊല്ലം അഞ്ചാലുമൂട്ടിൽ നിന്നും തൈരും പാലുമായി വന്ന വാനാണ് മറിഞ്ഞത്. നിലവിൽ ഈ ഭാഗത്താണ് ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. പുലർച്ചെയായതിനാൽ 2 ഓട്ടോകൾ മാത്രമാണ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സൈഡ് തട്ടിയിട്ട് ആ കുഴിയിലോട്ട് വീഴിയായിരുന്നു. ഡ്രൈവർ അറിഞ്ഞതുപോലല്ലോ, മങ്ങിയതായിരിക്കാം കാരണം. അതാണ് ഇപ്പോൾ പറയുന്നത്. പൊതുവെ പറയുന്നതാണ് ഇപ്പോൾ അത് കയറ്റാൻ പോകുന്നത്. അയക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അയക്ക് നടുവും അവിടെയും ഇവിടെയും വേദനയാണ്. അഡ്മിറ്റ് അമൃത ആശുപത്രിയിൽ കത്തിച്ച് രക്ഷപ്പെട്ടത്. എന്നിട്ട് 5 മണി 5:15 5:20 അഞ്ചാലുംപുഴത്തിൽ ഓടുമായിട്ട് വന്നതാണ് കരുനാപ്പള്ളിക്ക് പോകാനായിട്ട്. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചവറ. KSEB പോസ്റ്റ് ഇടാനായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞ് അപകടം. ശാസ്താംകോട്ട മണ്ണെണ്ണമുക്കിലായിരുന്നു അപകടം. ഇവിടെ അപകടം പതിവായിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ശാസ്താംകോട്ട ഭരണിക്കാവ് റോഡിൽ മണ്ണെണ്ണമുക്കിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം നടന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. KSEB പോസ്റ്റ് ഇടാനായി മാസങ്ങൾക്ക് മുമ്പാണ് ഈ കുഴിയെടുത്തത്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയായിട്ടും വേണ്ട നടപടി അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. ഞാൻ ശാസ്താംകോട്ടയിൽ നിന്ന് പള്ളിക്കാവിലോട്ട് പോകുന്ന റൂട്ടിൽ മണ്ണെണ്ണമുക്കിൽ ഒരു എണ്ണക്കടയുടെ ഫ്രണ്ടിൽ ഒരു ഇലക്ട്രിസിറ്റിക്കാർ ഒരു കുഴി കുഴിച്ചിട്ടേക്കുണ്ട്. 5-6 മാസം കൊണ്ട് പല വണ്ടികളും അതിനകത്ത് വന്ന് വീഴുന്നു. പിന്നെ എൻ്റെ വണ്ടി ഇപ്പോൾ വന്ന് അതിനകത്ത് വീണ്. ഞാൻ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോൾ അതിനകത്ത് വന്ന് കുഴിക്കകത്ത് വന്ന് വീണ്. പിന്നെ ഈ ബഹുമാനപ്പെട്ട നല്ലവരായ നാട്ടുകാരും ഓട്ടോക്കാരും എല്ലാം വന്നുകൊണ്ടാണ് അവർ വന്നാണ് ഇത് പൊക്കിയെടുത്തത്. അല്ലെങ്കിൽ വല്ല JCB ക്രെയിനോ കൊണ്ടുവന്ന് പൊക്കണമായിരുന്നു. അത് പിന്നെ അധികൃതർ ഇത് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് കുഴി അടയ്ക്കുകയോ അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ഇടുകയോ ചെയ്യണം. അല്ലെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാവും. ഏതെങ്കിലും സ്കൂട്ടറുകാരോ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്ന പിന്നെ ഏതെങ്കിലും
ലേഡീസൊക്കെ വന്ന് അതിനകത്ത് വന്ന് മറിഞ്ഞ് വീഴും. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. വേറെ വണ്ടി വന്ന് അതിൻ്റെ പുറത്ത് വന്ന് കയറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നേ അത് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് ഇടുക ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെക്കാട്ടി വലിയ അപകടം വരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത് നാട്ടുകാർക്കെല്ലാം അറിഞ്ഞ് ഒരുപാട് പേര് കൂടിയതാണ്. ഇത്ര എനിക്കിത് പറയാനുള്ളൂ. നമ്മുടെ വണ്ടിക്കും ചെറിയ പഴുക്കുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരുപാട് നാട്ടുകാർ വന്നാണ് വണ്ടി പൊക്കിയത്. സമീപത്ത് പുല്ല് വളർന്നു കിടക്കുന്നതിനാൽ ഇവിടെ കുഴിയുള്ളത് ശ്രദ്ധയിൽപ്പെടില്ല. ഇതാണ് അപകടത്തിന് കാരണമാകുന്നത്. അപകടം പതിവായിട്ടും ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. എത്രയും വേഗം കുഴി നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. MLA കപ്പ് KVFC കേരളപുരത്തിന്. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് കേരളപുരം KVFC ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. നെടുമന TFA രണ്ടാമതെത്തി. PC വിഷ്ണുനാഥ് MLA കുണ്ടറ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമികൾക്കായി സംഘടിപ്പിച്ച MLA കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ കേരളപുരം KVFC ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. നെടുമ്പന TFA രണ്ടാമതെത്തി. സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ MLA കപ്പ് എന്ന പേരിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് ആദ്യ വർഷം തന്നെ, ആ ടൂർണമെന്റിന്റെ ആദ്യ വർഷം തന്നെ അത് ഗംഭീര വിജയമായി മാറി എന്നറിയുന്നതിലുള്ള അതിയായ സന്തോഷവും അതിലുള്ള അനുമോദനവും ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട MLAയും മറ്റു സംഘാടകരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കുണ്ടറ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിൽ നിന്നായി 32 ടീമുകൾ ഈ MLA കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 300-ലധികം ഫുട്ബോൾ താരങ്ങൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ നല്ല കാര്യക്ഷമതയും കായിക പ്രാപ്തിയുമുള്ള ഫുട്ബോൾ കായിക മേഖലയോട് ആഭിമുഖ്യമുള്ള ഈ പുതുതലമുറയെ ഫലപ്രദമായ പരിശീലനം നൽകി പ്രചോദനം നൽകി വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തിനും അല്ലെങ്കിൽ സാർവദേശീയ ഫുട്ബോൾ രംഗത്തിനും ഫുട്ബോൾ മേഖലയ്ക്കും നിസ്തുലമായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന പ്രഗത്ഭമതികളായിട്ടുള്ള ഫുട്ബോൾ കായിക താരങ്ങളെ കണ്ടെത്താൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ഇവിടെ വരുന്ന നമുക്കൊക്കെ തന്നെ വലിയ ഒരു ആവേശം നൽകുന്ന അനുഭവമാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാവരും ശ്രീ TC വിജയൻ, ശ്രീ സാം വർഗീസ്, ഇസാമുദ്ദീൻ, ശ്രീ വിനോദ് കുമാർ, ശ്രീ സിദ്ദിഖ്, രാജുടി, ആരും സലീം സാർ അടക്കം ആരും ആശംസകളൊന്നും പറയുന്നില്ല. കാരണം അടുത്ത മത്സരത്തിന് കളിക്കാർ തയ്യാറായിരിക്കുകയാണ്. സമാപന സമ്മേളനത്തിലാണ് MP ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കേണ്ടത്. പക്ഷേ സമാപനം ഇനിയും വൈകും. അദ്ദേഹത്തിന് ഒട്ടേറെ പരിപാടികൾ, മീറ്റിങ്ങുകളുണ്ട്. അതിനിടയിലാണ് നമുക്ക് സന്തോഷമായി ആവേശമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കുളപ്പാടം, വത്സല സതീശൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ G വിനോദ് കുമാർ, സിന്ധു ഗോപൻ, അജിത് കുമാർ, ബീന നസമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ ഇന്ത്യ ടീം അംഗം അജയന്റെ നേതൃത്വത്തിലുള്ള ടീമും PC വിഷ്ണുനാഥ് MLAയുടെ നേതൃത്വത്തിലുള്ള ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും നടന്നു. 100 കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെ പെരുപുഴ MLA ഓഫീസിൽ നിന്നും സെറാമിക്സ് ഗ്രൗണ്ട് വരെ ട്രോഫി പരേഡും നടത്തി. വികസന സ്വപ്നങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട PC വിഷ്ണുനാഥ് MLA നയിക്കുന്ന ട്രോഫി പരേഡ് ഈ നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് മഴവില്ലായി മാറിയ ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ വർണ്ണമനോഹരമായ മഴവിൽ കാഴ്ചകൾ, വർണ്ണമനോഹരമായ ഫുട്ബോൾ കാഴ്ചകൾ, കായിക മാമാങ്കം ഈ കുണ്ടറയ്ക്ക് സംഭാവന നൽകിയ നമ്മുടെ പ്രിയപ്പെട്ടവൻ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. തെന്മല ഇടമൺ തോണിച്ചാൽ ഭാഗത്താണ് കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. മേളിലോട്ട് വരെ, ഇങ്ങോട്ട് വരുമോ? തെന്മല ഗ്രാമപഞ്ചായത്ത് തോണിച്ചാൽ വാർഡിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വനത്തിനോട് ചേർന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ കാട്ടാന ബുധനാഴ്ച ഉച്ചയോടെയാണ് വനത്തിലേക്ക് തിരികെ കയറിയത്. RRT സംഘവും വനപാലകരും തെന്മല ഗ്രാമപഞ്ചായത്ത് അധികൃതരും നാട്ടുകാരുമടക്കം നിരവധി ആളുകൾ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. പടക്കം പൊട്ടിച്ചും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയും ആനയെ വനത്തിലേക്ക് തിരിച്ചയക്കാൻ വനപാലകർ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് കാട്ടാന വനത്തിലേക്ക് തിരികെ കയറിയത്. വനമേഖലയായ തെന്മല പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ
കാട്ടാനയും പന്നിയും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. വേനൽ കടുക്കുന്നതോടെ വനത്തിനുള്ളിലെ ജലക്ഷാമം മൂലമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമെന്ന് വനപാലകർ പറയുന്നു. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീജിത്ത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വി രാധാകൃഷ്ണൻ, ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റുമാരായ അജയകുമാർ അമ്പാടി, ഫോറസ്റ്റ് വാച്ചർ ദേവദത്തൻ തുടങ്ങിയ വനപാലകരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ സതീശനും സ്ഥലത്ത് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. റെയിൽവേ പുറമ്പോക്കിൽ കുറ്റിക്കാടിന് തീപിടിച്ചു. കുണ്ടറ മുക്കട റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സംഭവം. കുണ്ടറയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുക്കട റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ പുറമ്പോക്കിൽ കുറ്റിക്കാടിനാണ് തീപിടിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. വഴിയാത്രക്കാരാണ് തീ പടരുന്നത് കണ്ടത്. കുണ്ടറയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്യാംകൃഷ്ണൻ, വിശാഖ്, വിഷ്ണുരാജ്, സനോജ്, മണികണ്ഠൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല വിഷയം. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. കൊല്ലം ആശ്രാമ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ചിന്നക്കടയിലേക്ക് വരുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാട്ടിയത്. ഐഷ പോറ്റി പാർട്ടി വിട്ട തീരുമാനം വേദനയുണ്ടാക്കുന്നതായി CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. എതിർപ്പാളയത്തിലേക്ക് പോകുന്നത് വാർത്തയാക്കാൻ കഴിയുന്ന രീതിയിൽ അവസരം നൽകിയത് CPM. പരാതികൾ പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കാമായിരുന്നുവെന്നും MA ബേബി. കൊല്ലം അഞ്ചലിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ഏരൂർ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. 1 കിലോ 350 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം നോർത്ത് മേഖലാ സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 28 മുതൽ 30 വരെ മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4, 5 തീയതികളിൽ കൊല്ലത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.